നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മാഡം എന്തുപറ്റി? മാഡം എന്താ ഇവിടെ നിൽക്കുന്നത്? ഇവിടെ ഇരിക്കാനൊന്നുമില്ലല്ലോ, അതാ നിൽക്കുന്നത്. എന്താ രാജുന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്താ മാഡം ഇത്? മാഡത്തിന്റെ കോള് കണ്ട് എന്താ കാര്യം അറിയാൻ ഞാൻ ധൃതി പിടിച്ച് ഇങ്ങോട്ട് വന്നപ്പോ മാഡം എന്നെ വന്നപാടെ പരിഹസിക്കണോ? അല്ല രാജു, എന്താ രാജുന്റെ മനസ്സില്? എനിക്കിവിടെ ഒരു തിരക്കില്ലെന്നാണോ രാജു വിചാരിച്ചിരിക്കുന്നത്? ഏയ് അങ്ങനെയൊന്നുമില്ല. രാജുവിന് ശരിക്കും എന്നോട് അല്പമെങ്കിലും റെസ്പെക്ട് ഉണ്ടോ? ഉണ്ടായിരുന്നെങ്കിൽ രാജു എന്റെ കോളിന് ആൻസർ ചെയ്യാറുന്നല്ലോ. അയ്യോ മാഡം ഒന്ന് നിർത്ത്, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. എന്തിനാണ് കോൾ ചെയ്തെന്ന് പോലും ചോദിക്കുന്നില്ല. എനിക്ക് എന്തെങ്കിലും ഒന്ന് പറയാൻ മാഡം ഗ്യാപ്പ് തരുന്നില്ലല്ലോ. മന്ത്രി പ്രതാപവർമ്മയുടെ ഒരേ ഒരു മകള് കോള് ചെയ്തപ്പോ ഫോണ് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇപ്പൊ സംസാരിക്കാൻ ഗ്യാപ്പ് വേണോന്ന്. എന്തിനാ മാഡം ഇങ്ങനെ വഴക്ക് കൂടുന്നത്? ഒരാൾ കോൾ ചെയ്യുമ്പോ എന്തെങ്കിലും തിരക്കിലാണെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്ത് അത് പറയണം. അല്ലാതെ വല്ല പെൺകുട്ടികളെയും കൊണ്ട് കോൾ എടുപ്പിച്ച് അവരുടെ വായിൽ കിടക്കുന്നത് മുഴുവൻ വിളിച്ചയാളെ കേൾപ്പിക്കല്ല വേണ്ടത്. മാഡം മാഡം എന്തൊക്കെയാ പറയുന്നത്? എന്റെ ഫോണിൽ വിളിച്ചപ്പോ അതിനാരാ കോൾ അറ്റൻഡ് ചെയ്തത്? അഭിനയിക്കല്ലേ രാജു? രാജു അല്ലേ ആ സ്കൂട്ടിയില് പറന്നു നടക്കുന്ന പെണ്ണിനെ കൊണ്ട് കോൾ അറ്റൻഡ് ചെയ്യിച്ചത്? രമ്യോ? എന്തൊരഭിനയം! രാജു അറിയാതെ രാജുവിന്റെ ഫോണ് രമ്യ എടുത്തു അല്ലേ? കൊള്ളാം, നല്ല കഥയാട്ടോ, ഞാൻ വിശ്വസിച്ചു. മാഡം ശരീരത്തിനൊക്കെ വല്ലാത്ത വേദനയായിരുന്നു. ചൂട് പിടിച്ചിട്ട് ഞാൻ റെസ്റ്റ് എടുക്കായിരുന്നു. ഓ, അപ്പൊ സാറിന് ചൂട് പിടിച്ചു തന്നതും അവളായിരിക്കും അല്ലേ? ചൂട് പിടിച്ചു തരാന്ന് രമ്യ പറഞ്ഞായിരുന്നു. പക്ഷെ ഇക്കിളിയാവോന്നോർത്ത് ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. ഓഹോ, ശരീരത്തിനൊക്കെ വല്ലാത്ത വേദനയായിരുന്നു മാഡം. അമ്മ ചൂട് പിടിച്ചു തന്നതിന് ശേഷം എനിക്കൊരല്പം ആശ്വാസമായത്. രാജുനെ ഞാൻ കോൾ ചെയ്തത് രാജുന് എങ്ങനെയുണ്ടെന്ന് അറിയാനാ. രാജു അപ്പൊ കോളും എടുത്തില്ല. എനിക്കാണെങ്കി ഒരു സമാധാനം കിട്ടിയില്ല. മാഡം ഞാൻ ഓക്കെയാണ്, ഇതാ കണ്ടില്ലേ. ഇത് രണ്ടും എന്താ ഈ നിന്ന് കുറുകുന്നേ? വീട്ടിനകത്ത് നിന്ന് സംസാരിക്കുന്നത് മതിയാകഞ്ഞിട്ടാണോ മുറ്റത്തിറങ്ങുന്ന രണ്ടും കൂടെ കുഞ്ചി കൊഴയുന്നത്? എന്റെ അനിയനെ പറഞ്ഞാ മതിയല്ലോ. ഒരുപാട് സമയം സാറ് സംസാരിക്കുന്നു. എന്റെ ജോലിയൊന്നും തീർന്നിട്ടില്ല. എന്നോട് കുറച്ചു നേരം സംസാരിച്ചു എന്ന് വെച്ച് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഞാനാണ് ഈ വീടിന്റെ യഥാർത്ഥ അവകാശി, മനസ്സിലായോ? മനസ്സിലായി സാർ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.